നമസ്കാരം ഗൈസ്, വെൽക്കം ടു അനന്തർ വീഡിയോ. അങ്ങനെ അലൻ ജോസ് പെരേര കുറ്റം സമ്മതിച്ചിരിക്കുവാണ്. എവിടെ പോയി? കുറെ പേര് മലപ്പുറംകാരെ കുറ്റപ്പെടുത്തുന്ന കുറെ അവന്മാരുണ്ടായിരുന്നു, കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, കുറെ കമന്റ് ഇടുന്നവരും ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? ഇപ്പോൾ അലൻ ജോസ് പെരേരയാണ് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വീഡിയോ പുള്ളി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദേഹോദ്രവമൊന്നും ഉണ്ടായിട്ടില്ല കാര്യത്തിൽ, പക്ഷെ നമ്മളെ ഫിസിക്കൽ അല്ലാണ്ട് മറ്റേ നമ്മള് മെന്റൽ ടോർച്ചർ ചെയ്യൂലേ, ആ രീതിയിൽ കണ്ണിലേക്ക് ഫോട്ടോ, ചുണ്ടിലേക്ക് ഫോട്ടോ, അതൊക്കെ എന്റെ ആവശ്യമുണ്ടില്ലല്ലോ. പിന്നെ നഗ്നതയിലേക്ക് ഫോട്ടോ, നഗ്നതയില്ല പക്ഷെ തുണിലാണ്ടിക്കണയല്ല, പക്ഷെ എന്നാലും എന്റെ സിബൊക്കെ ഫോട്ടോ എടുക്കുന്നു. മനസ്സിലായ? തെറ്റല്ലേ? സിബിന്റെ വശത്തേക്ക് ഫോട്ടോ എടുക്കുന്നു. അപ്പൊ അതൊക്കെ കണ്ടു നിന്നപ്പോ എനിക്ക് വിഷമം തോന്നി, കൈ വീശാൻ തോന്നി. പക്ഷെ നമ്മള് കുട്ടികളായതുകൊണ്ടൊന്നും ചെയ്തില്ല. 18 വയസ്സ് താഴെയുള്ള ആൾക്കാരായിരുന്നു, ചെറിയ ബാലങ്ങളായിരുന്നു. പിന്നെ നമ്മളത് വിട്ട് കളഞ്ഞ് പിന്നെ പുറകെ ഓടി വന്ന് ഷർട്ടേ പിടിച്ചൊക്കെ വലിച്ചു. അപ്പോഴാണ് ഞാൻ പിന്നെ ഷർട്ട് ബട്ടൺസ് ഊരിയിട്ട് അവരെ പേടിപ്പിച്ചത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആരും ഷർട്ട് വലിച്ച് കീറിയതല്ല. അവർ ഷർട്ടേ പിടിച്ച് വലിച്ചപ്പോൾ നമ്മൾ ദേഷ്യം വന്നതാണ്. പിന്നെ കാരണം അവർ പുറകെ വന്ന് ഇത്ര ദേഷ്യം ഇത് കണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര വീഡിയോ എടുക്കുക, അതൊക്കെ ഇടുക, അപ്ലോഡ് ചെയ്യുക, അത് ഒരു നാറ്റിക്കുക, അതൊക്കെ ന്യൂസിലേക്ക് വരുന്നത് ഇതൊക്കെ ഒരു മോശമാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ഇപ്പൊ ആരാ കുറ്റക്കാരെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ. എനിക്കിനി ചോദിക്കാനുള്ള, ചിലരോട് എനിക്ക് ചോദിക്കാനുള്ളത്, മലപ്പുറംകാരെ കുറ്റപ്പെടുത്തുന്ന കുറെ അവന്മാരെ ഞാൻ കണ്ടു. കുറെ കമന്റ് ചെയ്യുന്നവരും കുറെ കണ്ടന്റ് ചെയ്യുന്നവരും. ഞാൻ അവരുടെയൊക്കെ പ്രൊഫൈല് സഹിതം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ മേലാഞ്ഞിട്ടല്ല. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യങ്ങളിലോട്ട് കടക്കുന്നില്ല. ഇനി ഒന്നും അറിയാതെ കയറി കമന്റ് ചെയ്യുന്ന അവന്മാരോട് എനിക്ക് പറയാനുള്ളത്, മുണ്ടാതെ ഇരുന്നോണം, വായും പൊളിച്ചിരിക്കുകയുള്ളൂ. ഇതുപോലെ ഒന്നും അറിയാതെ എടുത്തു ചാടി എന്തെങ്കിലും കമന്റ് ചെയ്യുക, വീഡിയോ ഇടുക, അങ്ങനെയൊന്നും അല്ല ചെയ്യണ്ടേ. ഇച്ചിരി വിവരം ഉണ്ടാകണം. കാര്യങ്ങൾ ഇച്ചിരി ക്ലാരിറ്റി ഇല്ലാതെ എടുത്തു ചാടി ചുമ്മാ അങ്ങ് പറഞ്ഞു തീർക്കരുത്. അങ്ങ് വായത്താളം അടിച്ചങ്ങ് വിടുവാണ്. ആ മലപ്പുറം മൊത്തം എൻ്റെ ഡിസ്ട്രിക്റ്റിനെ കുറ്റപ്പെടുത്തുവാണ് ഒന്നും അറിയാതെ. ഇവിടെ ആ കല്യാണം നടത്തിപ്പുകാർക്കോ അല്ലെങ്കിൽ അലൻ ജോസ് പെരേരയ്ക്കോ ഉള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അത് അധികം മനസ്സിലാക്കുക. അല്ലാതെ മലപ്പുറം മൊത്തം അങ്ങ് വിഷയമാണ്, മലപ്പുറംകാർ ഇങ്ങനെയാണ്, അങ്ങ് തെറ്റുകാരാണ്, മലപ്പുറംകാർ കൊള്ളുകയില്ല എന്നെല്ലാം പറയരുത് ഒരിക്കലും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലായി ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. അപ്പോൾ ഇവിടം കൊണ്ട് ആ ഒരു വിഷയം നിർത്തുക. ഇനി ഇത് വെച്ച് കഥ ഉണ്ടാക്കാൻ ആരും നിൽക്കരുത്, ഓക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയം ഇവിടെ കൊണ്ട് നിർത്തുക. അടുത്ത വിഷയം ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ കേരളമല്ലേ, അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. നെക്സ്റ്റ് ഉടനെ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സീ സൂൺ ഗൈസ്, ബൈ.